ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ മേ ബി പുരുഷന്മാരിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയേക്കാം. അത് വിചാരിച്ച് എല്ലാ മാറ്റങ്ങളും നമുക്ക് നോർമൽ ആണെന്ന് പറയാൻ കഴിയില്ല. ചില മാറ്റങ്ങൾ ചില പാറ്റേൺസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾ കാണിക്കുന്ന ചില സ്വഭാവ രീതികൾ നമുക്കുള്ളൊരു വാർണിംഗ് സൈൻ ആണ്. അവർ നമ്മളെ ചീറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന സ്വഭാവ രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണത് അവർ ഒരു ചീറ്റിങ്ങിലേക്കാണ് പോവാൻ പോകുന്നതെന്ന്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, സ്ത്രീകള് നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് മുന്നായിട്ട് അവർ കാണിക്കുന്ന ചില സൈനുകളാണ്. ഇത് അവർ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല, അവർ പോലും അറിയാതെ അവരിൽ നിന്നുണ്ടാവുന്ന ചില ബിഹേവിയറുകളാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ഒന്നാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പെട്ടെന്നുണ്ടാവുന്ന അവരുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മാറ്റങ്ങൾ. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഒരുപാട് സംസാരിക്കുന്ന ആളുകളായിരിക്കും. എസ്പെഷ്യലി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ പെട്ടെന്ന് അവരവരുടെ സംസാരം കുറയ്ക്കുന്നു, അവര് നിങ്ങളടുത്ത് പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ല. ഇനിയിപ്പോൾ പണ്ട് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങളടുത്ത് പഴയ രീതിയിലുള്ള സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. വേണ്ട ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ചോദിക്കുന്നതിന് മാത്രമാണ് മറുപടി പറയുന്നത്. ഈ രീതിയിലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷെ ഇതുകൊണ്ട് മാത്രം അവൾ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പോവാണ് എന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല. ഇതും ഒരു സൂചനയാണ്. സോ ജസ്റ്റ് അവരൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇവര് സൈലന്റ് ആയിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇനി ഇതിന്റെ വേറൊരു വശം പറയുകയാണെന്നുണ്ടെങ്കിൽ, മേ ബി നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തത് കൊണ്ടും അവര് ഇതുപോലെ സൈലന്റ് ആവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇവള് സൈലന്റ് ആയിരിക്കുന്നത് എന്ന ക്വസ്റ്റ്യന് നിങ്ങളുടെ പക്കൽ ഒരു ആൻസർ ഉണ്ടായിരിക്കണം. ആ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടില്ല, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലി നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രീതിയിലൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഒരുപാട് സീക്രറ്റ്സ് കീപ്പ് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ആക്ട് ചെയ്യല്ല, അതായത് അവർക്ക് ഒരുപാട് സീക്രറ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പം ഫോണിന്റെ ഒക്കെ ലോക്ക് ചേഞ്ച് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അതൊരു പരിധി വരെ നമുക്ക് പ്രൈവസി ആണെന്ന്. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ പ്രൈവസിയും അതേപോലെ തന്നെ നമ്മൾ ഒരാളിൽ നിന്നും കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച് സീക്രട്ട് കീപ്പ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാഴ്ചയിൽ രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും അത് തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് പ്രൈവസി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഫോണിന് ലോക്ക് ഉണ്ട് നോർമലി. അപ്പൊ നമ്മൾ അത് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വൈഫിനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു ആവശ്യം പറയണം, എനിക്കൊന്ന് കോൾ ചെയ്യാനാണ്, നിന്റെ ഫോണിന്റെ ലോക്ക് ഒന്ന് പറഞ്ഞതാന്ന് പറയുമ്പോൾ നിങ്ങളുടെ വൈഫ് കൂളായിട്ട് ലോക്ക് പറഞ്ഞിരുന്നു. അത് അവർ ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് അവരുടെ പ്രൈവസിയാണ്. പക്ഷെ അവർക്ക് സീക്രട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് അവര് നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ ലോക്ക്, അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, ഇപ്പൊ നിങ്ങൾ റാൻഡായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു, നിന്റെ ഫോണിന്റെ പാസ്വേഡ് ഒന്ന് പറ, എനിക്ക് ഒരാൾക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് തന്നെ അവര് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരതിനോട് റിയാക്ട് ചെയ്യുന്നു. എനിക്ക് എന്റെ പ്രൈവസി ഇല്ലേ, എന്തിനാ എന്റെ ഫോണിന്റെ ലോക്ക് ചോദിക്കുന്നത്, നിനക്ക് എന്നെ സംശയമാണോ, ഈ രീതിയിലൊക്കെ ചോദിച്ചിട്ട് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പ്രൈവസി ആയിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഫോണിന്റെ കേസ് അല്ല, ഇപ്പൊ അവരെങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എവിടെ പോയിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് നുണ പറയുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നു, പല സാധനങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നു. ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ 1-2 ദിവസമൊക്കെ അവർക്ക് മറച്ചു വെക്കാൻ സാധിക്കും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം മറന്നീക്കി പുറത്തു വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അതിനെപ്പറ്റി ക്വസ്റ്റ്യനിങ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി തരാനില്ല നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഇതും ഒരു വാർണിംഗ് സൈൻ ആണെന്ന്. ഇനി മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, ലെസ് ഇമോഷണൽ കണക്ഷൻ ആണ്. അതായത് ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്
അതിൽ ഇമോഷണൽ കണക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട്ണറും തമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഫീൽ ചെയ്യുകയാണ് ഇവർ നമ്മളിൽ നിന്നും ഇമോഷണലി അകന്നു പോകുന്നു എന്ന് നമുക്ക് ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്. അവരുടെ ചില പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ അവരുടെ സംസാര രീതികൾ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ അവർ ഇമോഷണലി നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്നെങ്കിൽ അവർക്ക് ഹേർട്ട് ആയിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾ ചെയ്ത കാര്യം അവർക്ക് ഹേർട്ട് ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും അകലുകയാണ്, അല്ലെങ്കിൽ അവരെന്തോ ഒരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഹേർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ രീതിയിലൊക്കെ അവർ പെരുമാറും. അതായത് നമ്മളോട് സംസാരിക്കുന്ന കുറയ്ക്കും, നമ്മളുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ കുറയ്ക്കും, ഇതുപോലെ ഡിസ്റ്റൻസ് വരും. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. സോ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ വേണ്ട രീതിയിൽ തന്നെയാണ് സ്നേഹിക്കുന്നത്, കെയർ ചെയ്യുന്നത്, അവർക്ക് അറ്റൻഷൻ കൊടുക്കുന്നത്. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതായത് അവർ നിങ്ങളുടെ അടുത്ത് ഇമോഷണലി അകന്നു പോകുന്നു, ഇതുപോലെ നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ല, അങ്ങനെ ഒരു പെർട്ടിക്കുലർ റീസൺ ഒന്നും ഇല്ലാണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നാലാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ബിസി ഷെഡ്യൂൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ വൈഫ് മേ ബി വർക്ക് ചെയ്യുന്ന ഒരാളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള, അതായത് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഒരാളാവാം. അപ്പൊ അവർക്ക് നോർമലി ഉണ്ടാവുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്നും കൂടുതലായിട്ട് അവർ ബിസി ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. മേ ബി അവർ ശരിക്കും ബിസി ആവുന്നതായിരിക്കും കേട്ടോ. പക്ഷെ അല്ലാതെ അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും, ഇന്ന് എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയി വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ ഇന്ന് ഇങ്ങനെ വർക്കായിരുന്നു, കാര്യങ്ങളായിരുന്നു എന്നൊക്കെ. പക്ഷേ ചില കേസിൽ അവർക്ക് പറയാൻ മറുപടി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും അത് ഇത് എന്നൊക്കെ പറയും. ഇങ്ങനെ കടന്ന് ഉരുണ്ട് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിപ്പം ഗേൾസിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, ബോയ്സിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ വൈഫുമാരുടെ കാര്യം മാത്രമല്ല, ഒരു ഹസ്ബൻഡിനെ സംബന്ധിച്ചും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ബിസി ഷെഡ്യൂൾസ് വരുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. കാരണം നമ്മളോട് പറയാൻ പറ്റാത്ത ഒരു ബിസി ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തും അവർ നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ട രീതിയിലുള്ള മറുപടി ഒന്നും തരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മറുപടി അല്ല അവരുടെ അടുത്ത് നിന്ന് വരുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി കണ്ടൊക്കെ നിൽക്കുക. അതായത് ഇപ്പോ നമ്മൾ അവരോട് നോർമലി ചോദിക്കുകയാണ് എന്താണ് ഇന്നിപ്പം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സൺഡേ ആണ്, അവർക്ക് ലീവ് ഉള്ള ഒരു ദിവസം, അപ്പൊ എന്തുകൊണ്ടാണ് സൺഡേ നീ പുറത്തു പോകുന്നത് ചോദിക്കുമ്പോൾ അവർ പറയുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഉള്ളത്, അപ്പോൾ ഇതൊക്കെയാണ്. അങ്ങനെ നമുക്ക് അവരൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. നമ്മളെ ഇതാണ് സംഭവം എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് ഓക്കെ, മേ ബി അവർ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ അങ്ങനെ അവർക്കൊരു എക്സ്പ്ലനേഷൻ തരാൻ കഴിയാത്ത രീതിയിലുള്ള ബിസി ഷെഡ്യൂൾസ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളോട് ഓവറായിട്ട് ദേഷ്യപ്പെടുന്നു, ആ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസിനെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നോർമലി ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്ണറിൽ ഒരാൾ, അതിപ്പോൾ സ്ത്രീകൾ തന്നെ ആയിക്കോളണമെന്നൊന്നുമില്ല, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ചില ഇൻഡ്യൂഷൻസ് വരാറുണ്ട്. എന്തോ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ സംതിങ് റോങ് ആയിട്ട് നടക്കുന്നുണ്ട്, ആ രീതിയിൽ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അത് ചിലപ്പോൾ നമ്മുടെ തോന്നലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വെറുതെ തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും. പക്ഷെ എല്ലാ സമയത്തും നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യാണ്ട് എന്തെങ്കിലും കാര്യം അതിലുണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് വിട്ട് കളയുന്നതായിരിക്കും നല്ലത്. സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇപ്പം നോർമലി ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും സൈനുകൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുമ്പോൾ അത് ചീറ്റിംഗ് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അവരെ പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഡൈവോഴ്സ് ചെയ്യണം എന്നൊന്നും അല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിലുള്ള സൈനുകൾ കാണുമ്പോൾ നിങ്ങൾ എല്ലാ സമയത്തും ഇഗ്നോർ ചെയ്ത് വിടരുത്. കാരണം ഈ രീതിയിലുള്ള സൈനുകൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ കൂടി ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചൂസ് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.